വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടയ്ക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നു. തമസോമാ ജ്യോതിർഗമയ അമ്മേ, ജോത്സ്യന് മുഹൂർത്തം കുറിച്ച് വന്നിട്ടുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. ഇത്രയ്ക്ക് അടുത്ത് വേണമായിരുന്നു. വിവാഹത്തിന് ഇപ്പൊ സമ്മതിക്കേണ്ടിരുന്നില്ല എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മ, ഒരു കാര്യം കൂടെ ഉണ്ട്. ഏട്ടൻ വന്നു, വിളക്ക് കൊളുത്തില്ലല്ലോ. ദീപം 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 ദീപം. നീ ഇന്ന് നേരം വൈകിയില്ലേ വിളക്ക് കൊളുത്താൻ? അത് പിന്നെ പണിത്തിരക്കിന്റെ ഇടയിൽ ഞാനത് മറന്നു. വല്ല അവിഞ്ഞ സീരിയലും കണ്ടിരുന്നുണ്ടാവും. അമ്മ ഉണ്ടായിരുന്നപ്പോ ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം താളം തെറ്റി. സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കലും നാമം ചൊല്ലലും ഒക്കെ. അത് ശരിയായിട്ടാ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ അമ്മ ഉള്ളപ്പോ ഇതൊന്നും ഞാൻ അന്വേഷിക്കേണ്ടി വരാറില്ല. ഉണ്ണിയാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എങ്ങനെയുണ്ട് നിന്റെ പുതിയ വീടൊക്കെ? നല്ല വീടമ്മ. ഡാ, അവിടെ നിന്റെ ഭക്ഷണമൊക്കെ ശരിയാവുണ്ടോ? ഭക്ഷണമൊക്കെ അടിപൊളിയാ. ഇവിടെ അടുത്തൊരു സ്ത്രീ ഉണ്ടായി, അവര് 3 നേരം ഭക്ഷണം വെച്ച് തരും. നല്ല ടേസ്റ്റാ. നമ്മള് വീട്ടിലുണ്ടാക്കണം അതേ സ്വാദ്. അച്ഛനെവിടെയമ്മ? ഡാ, ഇവിടെ ഉണ്ട്, കൊടുക്കാം. ആ ഡാ ഉണ്ണിക്കുട്ടാ, എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? നീ പോയതിനു ശേഷം ഒരു വിവരമില്ലല്ലോടാ. ഓഫീസിൽ ഭയങ്കര തിരക്കാച്ചാ. പിന്നെ വീട് ഇപ്പോഴാ ശരിയായേ. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടാ. ശരി അച്ഛാ. ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ടൊന്ന് വരാനിരിക്കുക. നിന്റെ താമസ സ്ഥലം ഒന്ന് കാണാലോ. വരൂ വരൂ. ആ ശരി മോനെ, എന്നാ വെച്ചോ. ശരി. അവനവിടെ വല്ലാത്ത ജോലി തിരക്കാന്ന്. ഇതന്നെ തോന്നുന്നു ഉണ്ണിയുടെ വീട്. ഇതന്നെയാവും. അത് സാറ് പറഞ്ഞ പോലെ നമുക്ക് നാളെ ഒരു മീറ്റിംഗ് വെക്കാം. അതായിരിക്കും നന്നാവാ. സാർ ആരോ വന്നിട്ട് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. അമ്മേ. ഡാ മോനെ, നീ എന്ത് കോലാടാ. നീ ഭക്ഷണം ഒന്നും കഴിക്കാറില്ലേ? ഒന്നും പറയണ്ടമ്മേ, സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭയങ്കര വർക്കിലോടാ. ഡാ, വീടൊക്കെ അടിപൊളിയാണല്ലോടാ. ഈ റൂം എന്താ അടച്ചിട്ടേക്കണേ? അത് തുറക്കണ്ട അച്ഛാ, അവിടെ ഓണറുടെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു. അച്ഛാ നമുക്ക് ഊണ് വെച്ചാലോ? ഇത്ര നേരത്തെയോ? 9 മണിക്ക് UAE ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. ഓ, ഇവിടെ ഉണ്ടോ നിനക്ക് സംഘടനാ പ്രവർത്തനം? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? വല്ല കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മുടക്കിക്കോളും. അമ്മ അങ്ങനെ പറയരുത്. അമ്മയ്ക്ക് അറിയാലോ എന്റെ ചരിത്രം. ഒരു കാലത്ത് ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി എന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ സംഘടന ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ നിലയിൽ എത്തില്ലായിരുന്നു. സംഘടനയ്ക്ക് വേണ്ടി ഞാൻ എവിടെയായിരുന്നാലും പ്രവർത്തിക്കും. അതിന് ദൂരവും സ്ഥലം ഒരു തടസ്സമല്ല അമ്മ. അതെന്തെങ്കിലും ആവട്ടേന്ന്, നമുക്കിപ്പോ ഊണ് കഴിക്കാൻ മോനെ. ഒരു മാറ്റമില്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് അവന്റെ മൂഡ് കളയണേ? ഓ, ഞാനൊന്നും ചോദിക്കണില്ലേ. നീ ഇരിക്കടാ, ഞാൻ വിളമ്പാ. അച്ഛന് ഇഷ്ടപ്പെട്ട മാമ്പഴ കൂട്ടാനാണ്. അതെയോ? നമുക്ക് പപ്പടം കൂട്ടി പിടുത്താണ്ട് പിടിക്കാം. അമ്മ വെക്കുന്ന അതേ സ്വാദ് അല്ലേ? ശരിയാ, നിന്റെ മുത്തശ്ശി വെക്കുന്ന അതേ ടേസ്റ്റ് ഇടാ. ഒരു മാറ്റവും ഇല്ലേട്ടാ. നമുക്ക് ഈ കുക്കിനെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? ശരിയാ, ഞാനും അതിപ്പോ ആലോചിച്ചു. ആ ഉണ്ണിക്കുട്ടാ, ഇവിടെ ഭക്ഷണം വെക്കുന്ന സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചാ അവര് വരുമോ നിന്റെ അമ്മയ്ക്കൊരു സഹായത്തിന്? ഞാൻ ചോദിച്ചു നോക്കാം അച്ഛാ, ഞാൻ അവരോട് വരാൻ പറയാം. എത്ര നായിടങ്ങൾ കൊണ്ടിട്ട് എന്തായാലും വന്നത് വെറുതെ. ഏട്ടൻ എന്തായി ആലോചിക്കണേ? അല്ല, മാമ്പഴക്കൂട്ടാൻ കൂട്ടിയപ്പോ ഞാൻ നമ്മുടെ അമ്മയെ ഓർത്തുപോയി. ഞാനും ഓർത്തുപോയി. അമ്മ ഉള്ളപ്പോ നമ്മളെ അമ്മയുടെ വില അറിഞ്ഞിരുന്നില്ല കേട്ടോ. അച്ഛാ, അവര് വന്നിട്ടുണ്ട്. അപ്പൊ നീയല്ലടാ പറഞ്ഞത് ഓണറുടെ റൂമാണ് ഇത് തുറക്കാൻ പറ്റില്ലെന്ന്? അവര് ഈ റൂം നോക്കി വെക്കാൻ അച്ഛാ.
ഞങ്ങൾ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും അമ്മയുമാണ് കേട്ടോ. അമ്മ എടാ ഉണ്ണിക്കുട്ട, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. മുത്തശ്ശി എങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആ ഉണ്ണി വരും, ഇരിക്കൂ. ആ ഉണ്ണി, നമ്മുടെ കമ്പനിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ചോദിച്ചിരുന്നു. ഉണ്ണിയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്. എല്ലാവരും ടൂറൊക്കെയാണ് സജസ്റ്റ് ചെയ്തത്. ഉണ്ണി ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മുടെ മാനേജ്മെന്റ് ഇത് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. വളരെ നല്ല ഐഡിയ. കൺഗ്രാലേഷൻസ്. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. സമാധാനം. നമസ്തേ. നമസ്തേ. വളരെ നന്ദിയുണ്ട്. നിങ്ങളിപ്പോലുള്ള സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഈ ആശ്രമത്തിലെ കാര്യങ്ങൾ ഇത്ര നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. എല്ലാം ഒരു ഈശ്വരകൃപ. കൃഷ്ണ, ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്തു കൊടുക്കണം കേട്ടോ. ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഭക്ഷണവും വസ്ത്രങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒരു ഇവിടെയാണ് കേട്ടോ. എല്ലാവർക്കും ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിക്കണം. ആ അതിന് എടുത്തോളൂ. സന്തോഷായി. നന്നായി വരട്ടെ. എന്റെ അപ്പൂനെ പോലെ തന്നെ ഉണ്ട് കേട്ടാ. അപ്പൂന് എന്നെ വലിയ ഇഷ്ടായിരുന്നു. ഇതൊക്കെ നോക്കുമ്പോ എൻ്റെ മുത്തശ്ശിക്ക് എന്ത് ഭാഗ്യവതിയാ. നോക്കാൻ മക്കളും കൊച്ചുമക്കളും എല്ലാരും ഉണ്ട്. മുത്തശ്ശി എൻ്റെ കൂടെ പോരുണ്ടോ? എൻ്റെ വീട്ടിലുണ്ട് ഇതുപോലൊരു മുത്തശ്ശി. പാട്ടും കഥകളും ഒക്കെ പറയണ ഒരു പാവം മുത്തശ്ശി. മുത്തശ്ശിക്ക് ഇവിടെ നല്ല സുഖാണ് മോനെ. ഇവിടെ എന്നെ പോലെ കുറെ പേരുണ്ട് ഇവിടെ. മുത്തശ്ശിക്ക് ഒരു പുതിയ കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട്. ഒരു ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ പുതിയ കൂട്ടുകാരി. മുത്തശ്ശി എങ്ങനെ ഇവിടെ എത്തി? ഏട്ടൻ എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? ഇതുവരെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. വല്യേട്ടാ, ഞങ്ങൾ ഇല്ലാത്ത ലീവ് എടുത്തിട്ടാണ് ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഏട്ടൻ മുളച്ചിട്ടുള്ള കാര്യം പറയൂ. വേറൊന്നുമില്ല, നമ്മുടെ അമ്മയുടെ കാര്യ. അമ്മയ്ക്കിപ്പോ പ്രായം കൂടി വരികയാണല്ലോ. മാത്രല്ല 2 ദിവസം മുന്നേ അമ്മ കുളിമുറിയിൽ വീഴുകയും ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിക്കും പോകണം. വന്നു കഴിഞ്ഞാൽ തീരെ സമയമില്ല. നിങ്ങളൊക്കെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ആ സ്ഥിതിക്ക് അമ്മയെ വല്ല ഓൾഡ് ഏജ് ഹോമിൽ ആക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് വേണ്ടട്ടാ. ഓൾഡ് ഏജ് ഹോമിലാക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മക്കളുണ്ടാക്കി മോശമല്ലേ? എന്നാ നീ അമ്മ ബാംഗ്ലൂരിൽ കൊണ്ടുപോ. എന്നാ നമുക്ക് ബാംഗ്ലൂർക്ക് ഉണ്ടായാലോ? ഏട്ടൻ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ? ഇതൊക്കെ ഈ ലോകത്ത് സർവ്വസാധാരണ. വലിയേട്ടൻ പറയണ പോലെ ചെയ്താൽ മതി. അല്ല, ഇതിപ്പോ നമ്മുടെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? പ്രത്യേകിച്ച് ഉണ്ണിക്കുട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളാകെ വഷളാവും. അതോർത്ത് നീ പേടിക്കണ്ട. അവനറിയാതെ ഞാൻ കാര്യങ്ങൾ നോക്കിയോളാം. അല്ല, നമ്മളിത് അമ്മയോട് എങ്ങനെ അവതരിപ്പിക്കും? അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അമ്മേ, അമ്മേ, ഞാനും ശൈലജയും കൂടി ഒരു യാത്ര പോവുക. ചെന്നൈയിലെയും ബാംഗ്ലൂരെയും കാലാവസ്ഥ അമ്മയ്ക്ക് പിടിക്കില്ലല്ലോ. കഴിഞ്ഞ തവണ പോയി തന്നെ അമ്മയ്ക്ക് അറിയാലോ. ഞങ്ങൾ പോയി വരുന്നവരെ അമ്മയെ ഇവിടെ അടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിലാക്കാം. അവിടെ അമ്മയെ നോക്കാൻ ഒരാളും ഉണ്ടാവും. അതിനെന്താ, നിങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് എന്നെയും കൂട്ടിയാൽ മതി. അമ്മേ, ഞങ്ങൾ ഇന്ന് തന്നെ ചെന്നൈക്ക് പോകട്ടോ. പക്ഷെ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരും. എത്ര നാളായി മക്കളെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. നമുക്കിന്ന് എല്ലാവർക്കും അമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം.
നമുക്കിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അമ്മേ. ഞാൻ വിളമ്പാ മോളെ. നിനക്ക് ഇഷ്ടമുള്ള മാമ്പഴക്കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് മോനെ. അമ്മയും വരൂ, നമുക്കിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. വരൂ. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കാതെ അമ്മയ്ക്ക് വിളമ്പി കൊടുക്കൂ. ആണ്ടോടാണ്ടു തികഞ്ഞിടും നാളുകളിൽ വേണ്ട എനിക്കു ബലിച്ചോറ്, പകരം നീ വയർ നിറച്ചൊരു നേരം കഴിക്കമ്മേ. അമ്മേ മാമ്പഴക്കൂട്ടം ഉഗ്രനായിട്ടാ. നീ വയർ നിറച്ചൊരു നേരം ഉണ്ടെന്നറിഞ്ഞിടിലതു മതി. സകല സൗഖ്യവും ദുഃഖവും പങ്കിട്ട പ്രിയകരഗേഹ പടിയിറങ്ങിടുമ്പോൾ ഇവിടെ നിന്നുമെടുക്കുന്നു ഞാനെൻ്റെ സ്മൃതികൾ തൻ പാധേയമൊന്നു മാത്രം. ഇരുൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയമ്മേ. ഒരിക്കലും ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ്. ഞങ്ങളോട് ദേഷ്യമുണ്ടോ അമ്മേ? ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു മക്കളും അച്ഛനമ്മമാരോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞങ്ങൾ ചെയ്തത്. എനിക്ക് ആരോടും ദേഷ്യമില്ല. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മമാർക്ക് പൊറുക്കാൻ കഴിയും. ഉണ്ണിക്കുട്ടാ, നീയാണടാ ശരി. ഇതുപോലൊരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞത് ഞങ്ങളുടെ പുണ്യം. നമ്മുടെ വീടിന്റെ കെടാവിളക്കിനെയാണ് ഞങ്ങൾ അണയ്ക്കാൻ ശ്രമിച്ചത്. തിരിച്ചറിവിനേക്കാൾ വലിയ പ്രായശ്ചിത്തം വേറെ ഇല്ലച്ച. അമ്മേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. മൊബൈലും ഇന്റർനെറ്റും വന്നപ്പോ നമുക്ക് ഇതുപോലെയുള്ള മുത്തശ്ശിമാരെ അല്ല അച്ഛ നഷ്ടപ്പെടണേ. സാധാരണ അച്ഛനമ്മമാരാണ് മക്കൾക്ക് വെളിച്ചം നൽകാറ്. എന്നാൽ ഇവിടെ നീയാണ് ഞങ്ങളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചത്. ഓട്ടടാ.